السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഇരിക്കുന്ന ആളുകൾ നവീത്തുൽ ഇത്തികാഫ ഫി ഹാദൽ മസ്ജിദില്ലാഹി തആല എന്നൊരു നിയ്യത്ത് കൂടി വെച്ചാൽ വളരെ മാറ്റുകൂടുകയും ചെയ്യും. സവാബിന് ഇരട്ടി പ്രതിഫലം ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റമദാനാണ്, ആദ്യത്തെ 10 റഹ്മത്തിന് വേണ്ടി മാത്രം അള്ളാഹു സംവിധാനിച്ച സമയങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ഏതോ ഒരു സമയം ലിക്കുല്ലി മുസ്ലിം എന്നാണ് ഹദീസിലുള്ളത്. ലിക്കുല്ലി മുസ്ലിം, പേടായാലും കുഴപ്പമില്ല, മുസ്ലിം ആയാൽ മതി എന്നതിൻ്റെ അർത്ഥം. റമദാനില് ഏതോ ഒരു സമയം മുസ്ലിമായ വ്യക്തിക്ക് വെച്ചിട്ടുണ്ട്. ആ സമയത്തിൽ ഓന്റെ ദുആ ഒത്തുവന്നാൽ, റമദാനിലെ ഏത് സമയം അങ്ങനെയാണ്, പക്ഷെ ഇത് പേടാണെങ്കിലും കുഴപ്പമില്ല, ആ സമയത്തെങ്ങാനും കയർത്തിയിട്ട് അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീം എന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും അല്ലാഹു തആല അവന് ഉത്തരം കൊടുത്തിരിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷെ ഏതാണ് ആ സമയം എന്ന് അറിഞ്ഞൂടാ. ചിലപ്പോ ഈ സമയമാണെങ്കിലും മജ്ലിസിലിരിക്കല്ലേ, പള്ളിയിലല്ലേ, ജുമുഅന്റെ ശേഷമല്ലേ. അല്ലാഹു തആല നമ്മളെല്ലാരും സ്വീകരിക്കട്ടെ. ലോകത്ത് കാണുന്ന മുഴുവനും അള്ളാന്റെ റഹ്മത്താണ്. റഹ്മത്തല്ലാത്ത എന്താണുള്ളത്? റഹ്മത്ത് എന്ന വാക്ക് അതിന്റെ വകഭേദത്തോടു കൂടി ഖുർആനിൽ 300 ചില്ലാൻ സ്ഥലത്താണ് ഉപയോഗിച്ചത്. 300 ചില്ലാൻ സ്ഥലത്ത്. അദാബ് എന്നുള്ളത് അമ്പൈന്റെ ചോടയുള്ളൂ. ഒന്നും കൂടി പറയാം. റഹ്മത്ത് എന്നത് അതിന്റെ വകഭേദത്തോടു കൂടി ഖുർആനിൽ 300 ചില്ലാൻ സ്ഥലത്ത് അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. നേരെ എതിരെ അദാബ്, അത് അമ്പൈന്റെ ചോട ഉണ്ടാവും. കാരണം അള്ളാഹ്ക്ക് എപ്പോഴും റഹ്മത്ത് മുന്നിലും അദാബ് ബാക്കിലുമാണ്, ഗളബ് ബാക്കിലാണ്. ഗളബ് എങ്ങാനും അള്ളാഹ്ക്ക് മുന്നിലാണെങ്കിൽ ഒരു കുട്ടി രക്ഷപ്പെടില്ല. ഗളബ് അള്ളാഹ്ക്ക് ഉണ്ട്, പക്ഷെ അത് ബാക്കിലാണ്. അള്ളാഹിന്റെ അഡ്രസ് ഗളബല്ല. കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ. അള്ളാഹിന്റെ അഡ്രസ് റഹ്മത്താണ്. ഫാത്തിഹയിൽ തന്നെ എടുത്തു നോക്കി നിങ്ങള്. ബിസ്മില്ലാ, അള്ളാഹ് എന്നുള്ളതിലെ റഹ്മത്തുണ്ട്. അർ റഹ്മാൻ റഹ്മത്ത്, അർ റഹീം റഹ്മത്ത്. ബിസ്മിയിൽ 3 റഹ്മത്ത്. ഇനി അൽഹംദുലില്ലാ, റബ്ബ് റഹ്മത്താണ്, തർബിയത്ത് എന്ന് പറഞ്ഞ റഹ്മത്താണ്. അപ്പൊ 4. പിന്നെ അർ റഹ്മാൻ റഹീം 5, 6. ഇത്തിരി പോകുന്ന ഒരു സൂറത്തിൽ 7 വാക്യമുള്ളൂ. അതിൽ എത്ര റഹ്മത്തല്ല. നേരെ മറിച്ച് കൊല്ലപ്പോ ഒറ്റ സ്ഥലത്ത് മാത്രം, വൈരിൽ മഗ്ദൂബി, അവിടെയാണ് കൊല്ലബ് പറഞ്ഞത്. ഫാത്തിഹയിലെ റഹ്മത്ത് പറയന്നെ റഹ്മത്ത് തന്നെ പറയാം. ഒരു ലാസ്റ്റ് ഒരു സ്ഥലത്ത് മാത്രം കൊല്ലബ് പറഞ്ഞു. കാരണം അള്ളാന്റെ കൊല്ലബ് ബാക്കിലും റഹ്മത്ത് മുന്നിലുമാണ്. അതുകൊണ്ടല്ലോ നരകത്തിന്റെ വാതില് 7, സ്വർഗത്തിന്റെ വാതില് 8. അത് തിരിച്ചാണെങ്കിൽ കൊടുക്കും. കാരണം സ്വർഗം എന്നുള്ള റഹ്മത്താണ്, നരകം എന്നുള്ള അദാബാണ്. അത് ബാക്ക് കാക്കി, റഹ്മത്ത് മുന്നിൽ കാക്കി. സബഖത്ത് റഹ്മത്തി അലാ ഗളബി, ഇത് അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. അതിന്റെ തീവ്ര സ്വഭാവമാണ് റമദാനിലെ ആദ്യത്തെ 10 എന്നതാണ് അവ്വലുഹു റഹ്മാൻ എന്നുള്ളതിന്റെ മാന. അല്ലെങ്കിൽ ഈ 10 കഴിഞ്ഞ പിന്നെ അള്ളാഹ് റഹ്മാനും റഹീമും അല്ല എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹ് എന്നും റഹ്മാനാണ്, എന്നും റഹീമാണ്. പക്ഷെ ഈ ഒരു 10 ദിവസം അല്ലാഹു തആല റഹ്മത്ത് വാരിക്കോരി പേമാരി പോലെ, ആളെ നോക്കാതെ തുറന്നു വിടുന്ന പോലെ ഇനിയുള്ള ദിവസങ്ങൾ കിട്ടില്ല. അപ്പൊ റഹ്മത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ 10 നോയിക്കോളി. ഇത് പൊരന്റെ ഉള്ളിൽ കയറിയിട്ട് വാങ്ങണ പരിപാടിയാണ്, പുറത്തു വന്നിട്ടുള്ള. ആചാരോട് റോട്ടിന്ന് വെച്ചാൽ കൊടുക്കണമെന്ന് കാര്യം, പൊരയെ കയറിയിട്ട് റൂമിന്റെ ഉള്ളിൽ വിളിച്ചേർത്തിട്ട് കൊടുക്കണമെന്ന് വേറെ ആയിരിക്കുമല്ലോ. ഇത് പൊരന്റെ ഉള്ളിൽ കയറിയതാ. റഹ്മത്തിന്റെ വീട്ടിന്റെ ഉള്ളിലപ്പം നമ്മളുള്ളത്. ഇവിടുന്ന് എങ്ങാനും പുറത്തേടിയാൽ പിന്നെ റോട്ടിന്നും മുറ്റത്തുനിന്നൊക്കെയാണ് കിട്ടുക. ഇത്ര കട്ടി കിട്ടിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെന്താ പറയുക, ഈ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞാല് ഇതിപ്പോ RSPയും RVPയും വേർതിരിയുന്ന ദിവസമാണെന്ന്. എന്താണ് RSP? RSP എന്ന് പറഞ്ഞാൽ റമദാൻ സ്പെഷ്യൽ പാർട്ടി. RVPയോ റമദാനിൽ വിജയിച്ച പാർട്ടി. രണ്ടാലൊന്ന് വേർതിരിയണതും റമദാൻ 3 കൂടിയാണ്. ഇന്നലെ മിഞ്ഞാന്നും പള്ളികളിൽ ആളുകൾക്ക് തറാവീക്ക് തള്ളിക്കേറിയ നോക്കണ്ട, ഇന്ന് മുതലാണ് നോക്കിയത്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും എല്ലാം പറഞ്ഞു. കുല്ലു ജദീദിൻ ലദീദ് എന്നുള്ളൊരു തത്വമുണ്ട്. ഒരു നവോന്മേഷം എന്ന് പറയില്ലേ, നവോന്മേഷം, ഒരു പുതിയ ഉന്മേഷം, ഒരു പുതിയ സംഗതി വന്നിട്ടുണ്ട്, കയറിക്കൂടിയാളാ. അതന്നെ
അങ്ങനെ ഒരു വരവുണ്ട്. നമ്മൾ സാധാരണ നോമ്പർക്ക് ജ്യൂസ് അടിക്കുമ്പോ അതിങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പിന്നെ അടിക്കുമ്പോ ഫുള്ളായിട്ടുണ്ടാവും. പക്ഷെ കുടിക്കാൻ എത്ര കിട്ടുക? അതിന് ചണ്ടികളൊക്കെ ഒഴിവാക്കി പിന്നെ ഒന്ന് അരിപ്പിയിൽ അരിച്ചുണ്ടാക്കി അവർക്ക് കൂടി ആകെ ഒറ്റ ക്ലാസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ തന്നെയാണ്. അവസാനത്തെ 10 ഒന്ന് വെള്ളി കോക്കിയാൽ മതി, അതന്നെ നാളെ സ്വർഗത്തിൽ ഉണ്ടാവും. മറ്റൊക്കെ അരിപ്പിയിൽ പോകും. അതാണുള്ളത്. ഈ പുതുമയോടുള്ള ആവേശത്തിൽ തള്ളിച്ചുണ്ടല്ലോ, അത് 3ഓ 4ഓ ഒക്കെ പൊട്ടിപ്പോകും. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളി. ഇബ്ലീസ് നമ്മളിങ്ങനെ ലാത്തി വീശി അല്ലെങ്കിൽ ലാക്കാക്കി അല്ലെങ്കിൽ നമ്മുടെ ഇബാത്തുകളുടെ തലക്ക് മീതെ മൂർദാബിന്റെ മീതെ റാഞ്ചാൻ വേണ്ടി കഴുകനായി വട്ടമിട്ട് പറക്കുകയാണ് ഇബ്ലീസ്. ചങ്ങലം അവന്റെ ശരീരത്തിലുണ്ട്. ചങ്ങലം എന്നാലും ആൾക്കാർ തുപ്പലില്ലേ? ചില അർജുന ഇബ്ലീസിന് ചങ്ങല കിട്ടാൻ ഷെറുണ്ടാവില്ല. ചങ്ങലമ്മ കിടക്കണ വീരാന്തന്മാരെ കല്ലെടുത്തെറിയലില്ലേ? ചങ്ങല ഉണ്ടെങ്കിൽ ഉപദ്രവിക്കും, ചങ്ങലില്ലാതെ ഉപദ്രവിക്കുമ്പോൾ സ്പീഡിൽ വന്ന് ഉപദ്രവിക്കൂല എന്നതിന്റെ അർത്ഥം. അതാണ് ഈ ഹദീസിന് മഹാന്മാർ കൊടുത്തത്. ആധിപത്യം കുറയുന്ന അർത്ഥമുള്ളൂ, എല്ലാ ഉപദ്രവം ഉണ്ടാവില്ലൊന്നുമില്ല. നോമ്പറക്കണ സ്ഥലത്ത് ഉണ്ടാവും, നോമ്പറക്കണ സ്ഥലത്തും ഉണ്ടാവും, തറാവീന്റെ ഉള്ളിലും ഉണ്ടാവും, ഹറമിന്റെ ഉള്ളിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ടാവും. ആ കാൽമ ചങ്ങലുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് ചെയ്യാൻ പറ്റണേ ചെയ്യും. ചങ്ങലില്ലാത്ത സമയത്ത് ചെയ്യുന്നതും ചെയ്യില്ല, എന്നാലും ചങ്ങലിട്ടിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഒപ്പിക്കും. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. റഹ്മത്ത് ഈ 10 വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അപകടത്തിന്റെ വാതിൽ തുറന്നു, പരാജയത്തിന്റെ പട്ടികയിൽ പെട്ടു. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ, പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ടല്ലേ നമ്മൾ നോമ്പറക്കുന്നത്. റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മാ, സൂറത്തുൽ കഹ്ഫാണ്. റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മാ ലയുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. സൂറത്തുൽ കഹ്ഫിലെ ഒരു ആയത്താണ്. റബ്ബുക അൽ ഗഫൂർ ദുർ റഹ്മാ. അള്ളാഹിനെ കുറിച്ച് മഹത്വം പറഞ്ഞ്, അലിവ് പറഞ്ഞ്, സ്നേഹം പറഞ്ഞ് അള്ളാഹു തആല ഇങ്ങനെ പൊതിഞ്ഞ് പറയാണ്. എല്ലാ അർത്ഥത്തിലും പറയാം. വറബ്ബുക, നിന്റെ റബ്ബ് അൽ ഗഫൂർ, ധാരാളമായി തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുന്നവനാണ്. ദുർ റഹ്മാ, കാരുണ്യത്തിന്റെ നിറകുടമാണ്. എന്നിട്ട് പടച്ചവൻ പറയുകയാണ്, ആ മനുഷ്യര് ചെയ്തു കൂട്ടുന്ന തിന്മകൾക്കനുസരിച്ചുകൊണ്ട്, ദോഷങ്ങൾക്കനുസരിച്ചുകൊണ്ട് പടച്ചവൻ ഉടനെ തന്നെ പിടികൂടാൻ കരുതിയിരുന്നെങ്കിൽ പെട്ടെന്ന് അവരെ ശിക്ഷിച്ചുകൊണ്ട് നാമാവശേഷമാക്കുമായിരുന്നു. നോമ്പ് തുറക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ വരുമായിരുന്നു. റമളാൻ കയറി വന്നതിന് ശേഷം തെറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് എന്നെ കുറിച്ച് പറയാൻ പറ്റുമോ? ഈ സാധനം ഉള്ളിടത്തോളം കാലം മറ്റുള്ളതൊക്കെ നമ്മളൊന്ന് പൂട്ടിയൊക്കെ ഒന്ന് കിട്ടുക. പക്ഷെ ഈ സാധനം ഉള്ളിടത്തോളം കാലം റമളാൻ വന്നിട്ട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ഈ സാഹസിലുണ്ടെങ്കിൽ ഉണ്ടാവും. പക്ഷെ എനിക്ക് എന്നെ കുറിച്ച് ധൈര്യമില്ല ഈ സാധനം ഉള്ളിടത്തോളം. ഇതുകൊണ്ടൊരു വ്യഭിചാരമുണ്ട്. വ്യഭിചാരം സ്വകാര്യ അവയവം കൊണ്ട് മാത്രമല്ല, ഇതുകൊണ്ടൊരു വ്യഭിചാരമുണ്ട്. ഒരർത്ഥത്തിൽ ഗുഹ്യദ്വാരം കൊണ്ടുള്ള വ്യഭിചാരത്തിനേക്കാളും കഠിനമാണ് നാവെന്ന വീരനെ കൊണ്ടുള്ള വ്യഭിചാരം. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ നബിയുനാ റസൂലുള്ളാഹി. അതിന്റെ അർത്ഥം നോമ്പറന്നാ മറ്റേ പരിപാടിക്ക് പോവാന്നല്ല. അങ്ങനെ മാന വെക്കണ്ട. അത് വളരെ ഗൗരവമാണ്, വളരെ ചീപ്പാണ്, വളരെ മോശമാണ്, നരകത്തിൽ കാണും. പക്ഷെ അതിനേക്കാൾ ഒരർത്ഥത്തിൽ ഗൗരവമാണ് നാവോടുള്ള വ്യഭിചാരം. എന്തേ? മറ്റേത് അള്ളഹാനോട് പഠിച്ചവനേന്നാണ് മനം പൊട്ടി കണ്ണീരൊഴുക്കിയാൽ അത് ചിലപ്പോൾ അള്ളാഹു തആല പുറത്തു വരും. പക്ഷെ ഇത് പുറത്തുവരൂല. ആരെയാണോ അതുകൊണ്ട് തോണ്ടിയത് ഓനെ പോയി കാണണം. ഓൻ പുറത്തു നിന്നിട്ടില്ലെങ്കിലോ അവിടെയും കിട്ടൂല. അതുകൊണ്ടാ ചില മഹാന്മാര് പറഞ്ഞത് 30 വ്യഭിചാരത്തിനേക്കാളും ഗൗരവമാണ് ഒറ്റ ഗീബത്ത്. ഇപ്പൊ നോമ്പർക്കായിരിക്കുമ്പോ ആരെങ്കിലും ഒരു പെണ്ണിനെ കയറി വ്യഭിചരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ നാട്ടിൽ ഓനെ വാർപ്പിക്കും. നോമ്പറക്കുമ്പോ ആരെങ്കിലും അവിടെ ഉള്ള ഒരു പെണ്ണിനേറ്റ് ചാടിപ്പോയി അല്ലെങ്കിൽ വ്യഭിചരിച്ചു എന്ന് കൂട്ടുക, ആ നാട്ടിൽ അവനെ നമ്മൾ വെച്ച് ഉറപ്പിക്കുക. പിന്നെ അവനെ പള്ളി കണ്ട് നമ്മൾ സലാം പറയും. എന്നാൽ നോമ്പറക്കണമേത്ത് ആരെങ്കിലും മൂല്യാരം അല്ലെങ്കിൽ ഒരു നാടനെ കുറ്റം പറഞ്ഞാൽ ഓനെ നമ്മൾ നോമ്പറയുന്ന ഒഴിവാക്കും. നമ്മളൊന്ന് ചേർന്നിരിക്കാൻ പറയും, ബാക്കി പറയും ഞാനും കൂടി തരാം. വേറെന്താ ഉണ്ടാകുക? ഈബത്തൊരു രസാണല്ലോ. ഇപ്പൊ അതിന്റെ ഹോൾസെയിൽ കച്ചവടം നടക്കുന്ന സമയമാണ്. മൊത്തം മാർക്കറ്റ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഹോൾസെയിൽ കച്ചവടം ഉണ്ട്. ഈബത്തിന് ഇപ്പൊ എല്ലാം ഉണ്ട്. റോഡ് സൈഡിലുണ്ട്, വീട്ടിന്റെ ഉള്ളിലുണ്ട്, പറയിലുണ്ട്, തൊറയിലുണ്ട്, തറയിലുണ്ട്. തറയിലുണ്ട് എന്നാണ് തറാവിയിലുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തുടങ്ങും ബാക്കിന്ന്. ഇവിടെ അല്ലേ ഞാൻ പറഞ്ഞു. പണ്ട് ഏതോ ഒരു മൂലയെ തറാവിക്ക് അത്തയ്യാത്തിന് ഇരിക്കുമ്പോ
നാലാമത്തെ ലാസ്റ്റ് റക്കാത്തിൽ ഇരിക്കുമ്പോഴേ 2ാം റക്കാത്തിൽ ഇരിക്കുമ്പോഴേ ഇരിക്കും. ആണ്ട് തുടങ്ങി ബാക്കിൽ നിന്ന് 3-4 ആൾക്കാർ. എന്താ അയാൾക്ക് മസല അറിയില്ല, ഓനെ തീരെ അറിയാത്ത ആളാണ്, ഓനൊന്നും ഓതിയിട്ടില്ല. മൂലേര് കുറച്ച് ഓതിക്കണ്, മൂലേര് മുണ്ടിയില്ല. അപ്പോൾ ചില കമ്മിറ്റിയിൽപ്പെട്ട സുഹൃത്തുക്കളൊന്നും വെച്ച് ഉസ്താദങ്ങളൊന്ന് മാറ്റിയിരുന്നാൽ ബാക്കിൽ നിന്ന് തറാവിസ്കരിക്കുന്ന കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മൂപ്പര് ചിരിച്ച് മുണ്ടിയില്ല. പിറ്റത്തെ തറാവി അങ്ങനെ തന്നെ. ആ മൂലേരെ പേരില്ല മാലിൽ 2 പാർട്ടിയുണ്ട്. ഒന്ന് മൂലേര് ശരിയല്ല, കാരണം മസലക്ക് എതിരാണ് ഇരിക്കുന്നത്. മറ്റേ മൂലേരല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, മൂപ്പര് വെറുതെ ഇരിക്കില്ലല്ലോ. അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, ഹക്കിൽ കുറച്ചേ എപ്പോഴും ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വെടിയായി കരഞ്ഞിട്ട് മാപ്പ് വയ്ക്കേണ്ടിയെന്ന്. അപ്പോഴേക്കും മൂപ്പര് മരിച്ചിരിക്കണ. മൂപ്പര് അവിടെ ക്യാൻസർ ഉണ്ട്, അത് ആരോടും പറഞ്ഞിട്ടില്ല, സ്ഥലം മാറിയതുകൊണ്ട് കാണിച്ചു കൊടുത്തിട്ടില്ല. മനസ്സിലായില്ല? സ്വകാര്യ ഭാഗത്ത് ക്യാൻസറിനൊരു മുഴ ഉണ്ട്, അത് ഇയാൾ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കരുന്ന്. ഇത് സ്ഥലം അങ്ങനെ ആയതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ആ സോക്കട ഒന്ന് സർജറി കഴിഞ്ഞും മരിച്ചപ്പോഴായി മറ്റൊരു നമ്മൾ കുറ്റം പറഞ്ഞത് അബദ്ധത്തിലായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കബറിങ്ങ പോയിട്ട് മൈലാജ് കൊമ്പി പിടിച്ചിട്ട് കാര്യമെന്നല്ലാതെ. അങ്ങനെ ചിലതുണ്ടാവും, പറയാനായിട്ട് വരുന്നവരുണ്ട്, സംഗതി തൊട്ട് പഠിച്ചിട്ടുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ സാധനം ഉള്ളിടത്തോളം നോമ്പായി കിട്ടൽ വലിയ പ്രയാസമാണ്. ഇത് പരീക്ഷണത്തിന്റെ ആയുധാണ്, സൂക്ഷിക്കണം എന്നാണ് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും പറയാനുള്ളത്. ഞാരെങ്കിലും ഈബത്ത് പറഞ്ഞ അപ്പൊ പറയാം, ഇനി സാഹിബ് ഞാൻ നോമ്പുകാരനാണ്. അപ്പൊ ചോദിക്കും, അപ്പൊ എനിക്ക് നോമ്പില്ലേ? എനിക്കറിയില്ല, പറഞ്ഞാൽ മതി. ഓൻ പിന്നെ ചോദിക്കലാതായിരിക്കും, എന്താ അജ്ജ് മാത്രം എനിക്ക് നോമ്പില്ല? എനിക്കറിയില്ല. നോമ്പ് 3 ഐറ്റുണ്ട്. മുഅക്കത്തായ നോമ്പുണ്ട്, മുഅബ്ബദായ നോമ്പുണ്ട്. നോമ്പ് 3 ഐറ്റുണ്ട്. ഒന്ന് മുഅക്കത്തായ നോമ്പ് എന്ന് പറഞ്ഞാൽ ഫജ്ർ മുതൽ മഗ്രിബ് വരെ. അത് ലോക്കൽ നോമ്പ്, അത് ലോക്കലാ പരിപാടി. താഴെ ക്ലാസ്സിലെ LKG നോമ്പാണ്. അതിന് മേലെ ഒരു നോമ്പുണ്ട്, അതാണ് ആഖിറത്തിലെത്തുക. അതേതാണെന്നറിയോ? ഫജ്ർ മുതൽ മഗ്രിബ് വരെ വയറിന് അന്നപാനീയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന നോമ്പല്ല. പിന്നെ ഫജ്ർ മുതൽ മഗ്രിബ് വരെ, പിന്നെ അതിന് ശേഷം ശരീരം മുഴുവനും പടച്ചവന്റെ റെഡ് സിഗ്നലുകളിൽ നിന്ന് ശരീരത്തെ ജീവിതത്തെ മാറ്റി നിർത്തുന്ന നോമ്പാണ്. ചുവപ്പ് കാണിച്ച സ്റ്റോപ്പാണല്ലോ. അള്ളാന്റെ നോ പ്രഖ്യാപനമുണ്ട്, അരുത് അരുത് അരുത്. അതിൽ നിന്ന് വയറിനെ മാത്രമല്ല, കാരണം കോഴിയിറച്ചി എന്നത് നോമ്പല്ലാത്ത സമയത്ത് എപ്പോഴും തിന്നാവുന്നതാണ്, നോമ്പുകാലത്ത് തന്നെ രാത്രിയിൽ തിന്നാവുന്നതാണ്. എന്നാൽ മനുഷ്യന്റെ ഇറച്ചി എന്നത് 12 മാസവും രാവും പകലും വ്യത്യാസമില്ലാതെ ഹറാമാണ്. അത് ആൺകുട്ടിയുടെ നോമ്പാണ്. അവന് വയറിന് മാത്രമല്ല നോമ്പ് കൊടുക്കുക, അവന്റെ കണ്ണിന് നോമ്പാണ്, കാതിന് നോമ്പാണ്, നാവിന് നോമ്പാണ്, ശരീരത്തിന്റെ നിഖില പാർട്സുകൾക്കും നോമ്പാണ്. അതാണ് ഉയർന്ന നോമ്പ്. അവരുടെ നോമ്പ് ഈബത്ത് പറഞ്ഞാൽ തന്നെ മുറിയുന്നവര് കണക്കാക്കും. നമ്മളെ നോമ്പ് പറയണമെങ്കിൽ ചായ കുടിക്കണം, വെള്ളം കുടിക്കണം. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ നോമ്പ് ഈബത്ത് പറഞ്ഞാൽ തന്നെ മുറിഞ്ഞെന്നാണ് അവർ വിശ്വസിക്കുക. ഈ നോമ്പ് കലാ വിട്ടാൻ പറ്റും പോലെ ആ നോമ്പും കലാ വിട്ടാം. എന്താ കലാ വിട്ടല്? ആരെയാണോ പറഞ്ഞത് ഓനോട് പോയിട്ട് പൊരുത്തപ്പെടിക്കും, എന്നിട്ട് തുടരും. അതിന്റെ കലാ വിട്ടല്. ഞാൻ അതിന്റെ മേലൊരു നോമ്പുണ്ട്. അള്ളാനല്ലാത്ത ഒരാളെ ആത്യന്തികമായി ഉള്ളിന്റെ ഉള്ളിക്ക് സ്നേഹം കണ്ട് കയറിയാൽ ഓല നോമ്പ് വാത്തലായി. നമ്മളെ നോമ്പ് മാസം കണ്ടേടെ മുതൽ തുടങ്ങും, അല്ലെ? മാസം കണ്ട് 1 മാസം നോമ്പാ. ചില ആൾക്കാർ അള്ളാനെ കണ്ടിട്ട് തന്നെ ഉള്ളോണ്ട് അള്ളാനെ കണ്ടിട്ട് നോമ്പോറ്റ മയ്യിത്താണ് വരെ അത് സ്വായിമാണ്. അതാണ് ആൺകുട്ടികളും. ഇത് ഞാൻ വെറുതെ പറയില്ല. മഹാനായ മുഹൈദ്ദീൻ ഷെയ്ഖിന് സിറുൽ അസ്റാർ എന്നൊരു കിതാബുണ്ട്. അതിന്റെ 17ാമത്തെ പേജിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാം. ഞാൻ വെറുതെ പറയില്ല. ഞാൻ അങ്ങനെ ഗവേഷണം ചെയ്തിട്ട് 3 നോമ്പുണ്ടാക്കി പറഞ്ഞത് മുഹൈദ്ദീൻ ഷെയ്ഖ് കൈകാര്യം ചെയ്ത ഇൽമാണ്. നമ്മളിപ്പോ ലോക്കൽ നോമ്പിന്റെ ആളുകളാണ്. ഇതെങ്കിലും ഒന്ന് മര്യാദക്ക് ആക്കണമെന്ന് ഞാൻ പറയണം. അതിന്റെ മേലെ മേലെ വലിയ വലിയ നോമ്പുകളുണ്ട്. അതുകൊണ്ടാണ് എന്നതിന് സൂഫിയാക്കളുടെ കിതാബിൽ കാണാം. ഏതെങ്കിലും പാള കിതാബാണെന്ന് മനസ്സിലാക്കണ്ട. ഇമാം ഖുസൈരി റളിയല്ലാഹു തആല അൻഹു ഇൽമിന്റെ ബഹറാണ്. അവർക്ക് ലതായിഫുൽ ഇശാറാത്ത് എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ കാണാം സുമൂലി റുയത്തിഹി, മാസം കണ്ടതിന് വേണ്ടി നിങ്ങൾ നോമ്പ് നോൽക്കുക എന്നതാണ് പരസ്യമായി അറിയപ്പെട്ട അർത്ഥവും വ്യാഖ്യാനവും. എങ്കിൽ മഹാനവറുകൾ ഇതിനർത്ഥം വെച്ചത് സുമൂലി റുയത്തിഹി, അല്ലാഹനെ കാണാൻ വേണ്ടി നോമ്പ് നോൽക്കുക. വഅഫ്തിറൂ ലിറുയത്തിഹി, അല്ലാഹനെ കാണാൻ വേണ്ടി നോമ്പ് തുറക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹനെ കാണാൻ വേണ്ടി ഒരു നോമ്പറുണ്ട്. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ.
മറ്റതൊക്കെ ലോക്കലാണ്, ഒക്കെ വളരെ പെട്ടെന്ന് തട്ടിപ്പോകും. പക്ഷെ അള്ളാനെ കാണാൻ വേണ്ടി ഒരുങ്ങാളെ നോമ്പ് തട്ടിപ്പോകില്ല. കാരണം ഓൻ്റെ നാവും ഓൻ്റെ കണ്ണും ഓൻ്റെ എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കും, സൂക്ഷിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതാണ് ഖുദ്സിയായ ഹദീസിൽ പടച്ചവൻ പറഞ്ഞത്, ലൗ അന്ന ഇബാദി എന്റെ അടിമകൾ ആയിരുന്നെങ്കിൽ അതാഊനി, അവർ എന്നെ വഴിപ്പെടേണ്ടത് പ്രകാരം വഴിപ്പെട്ടാൽ. എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്, അല്ലാതെ വയറിനെ മാത്രം പിടിച്ചു വെക്കുക എന്നുള്ളതല്ല. എന്നെ വഴിപ്പെടേണ്ടത് പ്രകാരം അവർ വഴിപ്പെട്ടാൽ, ഞാൻ അല്ലാഹ് പറയും നോക്കണം, അസ്ഖൈതുഹുമുൽ മത്റ ബില്ലൈൽ വല അത്ലഅതു അലൈഹിമുശ് ശംസ ബിന്നഹാർ വലമ അസ്മഅതുഹും സൗത്തർ റഅദ് നബിയുനാ റസൂലുള്ളാഹി. അവരെ എന്നെ വഴിപ്പെടേണ്ടത് പ്രകാരം വഴിപ്പെട്ടാൽ അവർക്ക് നമ്മൾ മഴ രാത്രിയെ കൊടുക്കുമായിരുന്നു, പകൽ കൊടുക്കൂല എന്ന് പറയാം. എന്തേ? പകല് ശക്തമായിട്ട് മഴ വന്നാൽ കുട വേണം, കുട ഉണ്ടെങ്കിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റൂല. യാത്ര ചെയ്താൽ തന്നെ വാഹനങ്ങളിൽ അപകടം ഉണ്ടാവും, പണിക്കൊന്നും പോകാൻ പറ്റൂല, പോയാൽ തന്നെ കയറേണ്ടി വരും. ഈ പണിക്ക് ഇറങ്ങിയാൽ തന്നെ ജലദോഷം പനിക്കായി, പിന്നെ പനികൾ മുടങ്ങലായി. പകല് മഴ ചെയ്യുക എന്നുള്ളത് സത്യത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ആദ്യകാലത്തെ ചരിത്രത്തെ പരിശോധിച്ച് നോക്കി, നമ്മളെ പഴയ കാലത്ത് നമ്മളെ വാപ്പന്മാരോടൊക്കെ ചോദിച്ചു നോക്കി, നല്ല മഴയിലൊക്കെ രാത്രിയാണ്, പകലങ്ങനെ ഉണ്ടാവില്ല. പകല് സൂര്യ വെളിച്ചം ഉണ്ടാവും, അവരെല്ലാവരും പണിക്കവും കൃഷി ചെയ്യും. മണ്ണ് വരാനുള്ളവർ മണ്ണ് കയറും, തെങ്ങുമ്മ കയറാനുള്ളവർ തെങ്ങുമ്മ കയറും, വയലത്ത് കൊണ്ടവർ അങ്ങോട്ട് പോകും, കച്ചവടം. രാത്രി കണ്ടുവന്ന് ഭയങ്കര മഴയായിരിക്കും, പകൽ സമൃദ്ധമായ വെള്ളമായിരിക്കും. ഇന്ന് അങ്ങനെയല്ല, രാത്രി മഴ കുറവാണ്, പകല് ശക്തമായിട്ട് മഴ. സ്കൂളൊക്കെ പൂട്ടുക, മദ്രസൊക്കെ പൂട്ടുക, ഒന്നായിട്ട് സുനാമി. ഇത് എന്തുകൊണ്ടാ വന്നതറിയോ? മനുഷ്യന്റെ കയ്യിലിരിപ്പോണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരെങ്ങാനും എന്നെ വഴിപ്പെടേണ്ടത് പ്രകാരം വഴിപ്പെട്ടാൽ അവർക്ക് നമ്മൾ കൊടുക്കണ മഴ രാത്രിയാക്കി മാറ്റും. വല അത്ലഅതും അലൈഹിമുശ് ശംസ ബിന്നഹാർ, പകൽ നമ്മൾ സൂര്യനെ കൊടുക്കും ചെയ്യും. ഇപ്പൊ മഴക്കാലാവുമ്പോ പകല് ഇരുട്ടാണ്, രാത്രി പോലെയാണ്. മാത്രല്ല അള്ളാഹ് ഒന്നുകൂടെ പറയുകയാണ്, അവരെ നമ്മൾ കേൾപ്പിക്കുകയില്ല, ഇടിമുഴക്കത്തിന്റെ ശബ്ദം അവരെ കേൾപ്പിക്കുകയില്ല എന്ന് പടച്ചവൻ പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. ഇടിയിട്ട പേടിയനല്ലേ, ഭയങ്കര ഇടിയാണ്, പൊട്ടിയ പേടിയല്ല. ഇപ്പൊ വെട്ടണ ഇടിയൊക്കെ പകലല്ലോ. പഴയ കാലത്ത് പകൽ ഇത്ര വലിയ ഇടി കിട്ടണം നിങ്ങൾ കിട്ടണം, നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ കിട്ടണം. ഒരാളിനോട് സഹകരിക്കുന്നതല്ല വാക്കിയാണ്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാരും കൂടി ഇന്ന നോമ്പാണ്, ഇന്നൊക്കെ മാത്രമേ എനിക്ക് നോമ്പ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കൊക്കെ നോമ്പാണ്, അതുകൊണ്ട് മിണ്ടാൻ വയ്യാന്നോ. പിന്നെ ഞാൻ എന്താ കഞ്ഞി പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്? അതെ, നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ വലിയ ഒച്ചയില് പകൽ സമയത്ത് കുട്ടികളെ ഞെടുങ്ങണ ഇടി നിങ്ങൾ കേട്ടുക്കണം ഇല്ല? ഇപ്പൊ ഇടിയൊക്കെ പകലില്ല. എന്താ? നമ്മളും പകലിൽ ഇടിക്കാൻ തുടങ്ങി, അപ്പൊ അള്ളാന്റെ ഇടിയും വരാൻ തുടങ്ങിയതാണ്. പഴയ കാലത്ത് ഇടി മഴയ്ക്ക് രാത്രിയാണ്. കാരണം ആൾക്കാർ ഉറങ്ങിക്കോട്ടെ, ആളുകളൊന്ന് സ്വസ്ഥമായിട്ട് പേടിക്കാതെ പണിയെടുത്തോട്ടെ, യാത്ര ചെയ്തോട്ടെ. അപ്പോൾ നല്ല ഉറക്കില് ഗാഠനിദ്രയിലേക്ക് കാണ്ടുപോയാൽ ഇതൊന്നും അറിയില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ തെങ്ങുപോയാൽ എന്താ ഇപ്പൊ തെങ്ങുപോകാൻ കാരണം? ആ മടല് കറിഞ്ഞിട്ടല്ലോ, നാം മിക്കവാറും ഇന്നലെ ഇടി ഒട്ടാൻ സാധ്യതയുണ്ട് തീരുമാനാക്കലാണ്. അല്ല ആരാപ്പത് കേക്കല്? ഇത് സ്കൂൾ പോകുമ്പോൾ ഞെട്ടുക, വണ്ടി കയറുമ്പോൾ ഞെട്ടുക, ട്രെയിൻ കാത്തുക്കുമ്പോൾ ഞെട്ടുക, ഒന്നായിട്ട് ഞെട്ടുക. കാരണം പരിപാടിയൊക്കെ അല്ലാഹു തആല ചേഞ്ച് വരുത്തി. കാരണം ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഞാൻ ഈ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ആ ഡൽഹിയിലെ പാർലമെന്റിന്റെ മകുടത്തിൽ ഇന്നും കാണാവുന്ന ആയത്ത്. പാർലമെന്റിന്റെ മകുടത്തിൽ ഈ ആയത്ത് ഇന്നുമുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു ഒരു ജനതക്ക് കൊടുത്തത് പടച്ചവൻ പിൻവലിച്ചുകൊണ്ട് പടച്ചവന്റെ തീരുമാനങ്ങൾക്ക് ചേഞ്ച് വരുത്തൂല. അവരവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് വരെ ഇന്ന് പരിശുദ്ധ ഡൽഹിയിൽ എഴുതിയൊക്കെ വേറെ കാരണമുണ്ട്. പഴയ കാലത്ത് മഹാന്മാർ എഴുതിച്ചാണ്. ഭരണാധികാരികൾ മട്ടത്തിലാണെങ്കിൽ പടച്ചോന്റെ സഹായം ഉണ്ടാവും, ഈക്കാൻ തൂക്കാണെങ്കിൽ അല്ലാഹു തആല അവരും മൾക്കുന്ന അതിന്റെ അർത്ഥം അതാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മളെ നിലപാടിൽ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയാൽ അള്ളാഹിന്റെ റഹ്മത്തിന്റെ തണലിൽ മാത്രമായിരിക്കും നമ്മൾ ജീവിക്കുക. പറയാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ അല്ല. പിന്നെ പരീക്ഷണങ്ങൾ ഇടക്കുണ്ടാവും, അത് അല്ലാഹു തആല അതിന്റെ എന്റെ വിജയമാക്കി തരും. അങ്ങനെ പരീക്ഷണം ആർക്കല്ലാത്തത്? എന്റെ വിജയമാക്കി തരും. പരീക്ഷണം ആർക്കാണില്ലാത്തത്? അറിയില്ലേ മഹാനായ നബിയുല്ലാഹി അയ്യൂബ്
ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരക്കുട്ടികളിൽ പെട്ട മഹാനാണ്. അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ കുടുംബം സമ്പൽ സമൃദ്ധിയുടെ രാജാക്കന്മാരാണ്. അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ തന്നെ തന്റെ ജീവിതത്തില് 3000 ഒട്ടകങ്ങളും 7000 ആടുകളോ എത്രയോ ആയിരക്കണക്കിന് പശുക്കളുമുണ്ട്. അതിന് പുറമെ കഴുതകളുണ്ട്, കുതിരകളുണ്ട്. അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാര സദൃശമായ വീട്ടുമുറ്റത്ത് എപ്പോഴും ആളുകളാണ്. പലരും വരുന്നത് പാവങ്ങളാണ്. ചിലർക്ക് ഒന്നാകെ കാലികളെ കൊടുക്കും, ആവശ്യമുള്ളവർക്ക് കഴുതകളെ കൊടുക്കും, ആവശ്യമുള്ളവർക്ക് ആടിന്റെ പാല് കൊടുക്കും, ആടിന് ചോദിച്ച ആളുകൾക്ക് അങ്ങനെ കൊടുക്കോ, അല്ലാത്തവർക്ക് ധാന്യങ്ങൾ കൊടുക്കോ. ഇങ്ങനെ സമ്പൽ സമൃദ്ധിയുടെ രാജാവായി വാണ മഹാനായ നബിയുല്ലാഹി അയ്യൂബ്. 7 ആൺകുട്ടികളും 3 പെൺകുട്ടികൾ. അവരും വളർന്നു വലുതായി. രാജ്യം മുഴുവനും അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ, നാട് മുഴുവനും അവരെ പ്രകീർത്തിച്ചുകൊണ്ട്, അവരെ കേളി പറഞ്ഞുകൊണ്ട് നടക്കുക. അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ വീട്ടുമുറ്റത്ത് സദാ പട്ടിണി പാവങ്ങൾ, എല്ലാവരും വയറ് നിറഞ്ഞു പോവുക, എല്ലാവരും നാടൊട്ടുക്കും അവരെ പ്രകീർത്തിക്കുക. സമ്പൽ സമൃദ്ധിയിൽ എന്ന ആധ്യാത്മികമായ അവസ്ഥയിൽ സത്യസന്ധനായി ആബിദായി ഇങ്ങനെ ജ്വലിച്ചിരിക്കുന്ന അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ കുതിപ്പ് കണ്ടപ്പോ ഇബ്ലീസിന് കണ്ടുകടിയായി. ഇബ്ലീസ് സീറായി. മനുഷ്യൻ മാത്രല്ല, ഇബ്ലീസ് സീറായി. ഇബ്ലീസിന്റെ നേതൃത്വത്തിൽ അനുയായികളെ കൂടി ഒരു മീറ്റിംഗ്. എന്താ ബന്റെ ഈ അടിച്ചേറ്റത്തിൽ നമ്മൾ ചെയ്യാ? നോക്കാം നിങ്ങള്, എന്താ ഈ പോക്ക് പോയ നമ്മൾ ചെയ്യാ? അപ്പൊ അനുയായികൾ അറിഞ്ഞ ഇബ്ലീസിനോട്, നിങ്ങൾ കരുതിയാ അതൊക്കെ ഒന്ന് മട്ടത്തില എന്താ വേണ്ടി? അയ്യൂബിന്റെ കൽബൊന്നൊരു ചെറിയ ടെൻഷൻ കൊടുത്താൽ മതി, ബാക്കി ഞങ്ങളായിക്കോളാം. നിങ്ങൾ ടെൻഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ ബാക്കി നമ്മളായിക്കോളാം. കാരണം മനുഷ്യന്റെ കൽബ് തളർന്ന ഒക്കെ കഴിഞ്ഞു. കൽബ് അങ്ങോട്ട് തളർന്ന പിന്നെ രോഗങ്ങളെ കൊണ്ട് രോഗമായി. എല്ലാം തുടങ്ങണ ഇതിന്റെ ഉള്ളിൽ നിന്ന്. ഇത് പോയാ ഒക്കെ പോയി. ഇപ്പൊ ഇതിൽ തന്നെ ഉണ്ടാവും അതിന്റെ ഉദാഹരണങ്ങൾ കിട്ടാനുള്ള മെമ്പർമാരെ നമ്മളെ കുടുംബത്തിലുണ്ടാവും. ആൾക്ക് ആരോഗ്യമുണ്ട്, പൈസ ഉണ്ട്, പൊരണ്ട്, പക്ഷെ കൽബ് തളർന്നു, അപ്പൊക്കെ തളർന്നു. അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങൾ കൽബിലെ ടെൻഷൻ കയറ്റിയാൽ മതി, ബാക്കി നമ്മളായിക്കോളാം. ഈമാൻ ജ്വലിച്ചിക്കുന്ന ആളുകൾക്ക് പരീക്ഷണം വരുന്നല്ലാതെ കൽബ് വളർത്താൻ പറ്റൂല. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അയ്യൂബാണ് ആള്, കാരണം നുബൂത്തും ഉണ്ടല്ലോ, ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാ. അപ്പൊ ഇവര് പറഞ്ഞു, അതന്നെ പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, നിങ്ങൾക്ക് അപ്പൊ അതൊരു വിഷയം എന്ന് വെച്ചു. അപ്പൊ മൂപ്പര് ജാക്കിമക്ക് വരും. അങ്ങനെ അതന്നെ പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, നിങ്ങൾക്ക് ഇപ്പൊ അയ്യൂബ് ഒരു ദുന്യാവിൽ വിഷയമാണ്. നിങ്ങൾ അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ ബാപ്പല്ല ആദന്നെ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ല, നിങ്ങളല്ല ആൺകുട്ടി, ഞങ്ങളെ നേതാവ്, നിങ്ങൾക്ക് അയ്യൂബ് ഒരു വിഷയമാണോ? ഇതിൽ മൂപ്പര് മൂച്ചിമ കയറിയാണ്. നമ്മളെ മലപ്പുറം പശു പറഞ്ഞ ഇബ്ലീസാണ്ട് പോയി. ഇബ്ലീസിന് നേരെ അയ്യൂബ് ഇസ്ലാം എഴുത്തേക്ക് പോകില്ല, കാരണം സ്വതവ നിസ്കാരത്തില. എന്താ ഇതെന്നറിയോ? ഇബ്ലീസിന്റെ അനുയായികളാകുന്ന ജിന്നുകളെ ശൈത്താന്മാരൊക്കെ ഇറക്കിയിട്ട് 7000 ആടുകളുണ്ടല്ലോ, ഈ ആടുകളെ മുഴുവനും കൊള്ളടിക്കാനും ഓന്റെ കുറെ മനുഷ്യന്മാരും കൂട്ടിയിട്ട് ഒക്കത്തിനെ കൊള്ളടിക്കാനും ബാക്കിയുള്ളതിനെ കൊല്ലാനും പറഞ്ഞു. എന്തേ? 7000 ആടുകൾ വലിയൊരു മോലാളിന്റെ അടുത്ത് പെട്ടെന്നാണ്ട് ഈ നിലയിൽ പരീക്ഷണം വന്ന ആരെ മനസ്സാണൊന്ന് പേടിക്കാതിരിക്കുക. ഒന്നും കണ്ട് പറിച്ചാ കഴിഞ്ഞ് പിന്നെ അയ്മക്ക് വസ്വാസാണ്ട് കയറ്റിയാൽ മതി. എല്ലാ ആടുകളെയും കൊന്ന് കുറെ എണ്ണത്തിനെ പൊക്കി, ആടുകളെ നോക്കിയെന്ന് ആൾക്കാരും വെട്ടിക്കൊന്നു. അവസാനം ഇബ്ലീസ് ഒരാളെ രൂപത്തിൽ ഒരാടിനേറ്റ് അയ്യൂബ് നബിന്റെ അടുത്ത് കൊന്നു, വേറെ മനുഷ്യന്റെ രൂപത്തിൽ. കാരണം ആടുകൾ 7000 ആടുകളെ നോക്കാൻ എത്ര പണിക്കാർ, എല്ലാരും കൂടി ഇപ്പൊ അയ്യൂബ് ഇസ്ലാമിനെ അറിയില്ലല്ലോ. ഒരു ദർസിൽ തന്നെ 100-300 കുട്ടികളുണ്ടെങ്കിൽ ഉസ്താദിനെ അറിയില്ല. അങ്ങനെയല്ലേ? കോളേജിലൊക്കെ എല്ലാ കുട്ടികളും ഉസ്താദ്മാർക്ക് അറിയാം. ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ അതിലൊരു സ്റ്റാഫിന്റെ രൂപത്തിലാണ് ഇബ്ലീസ് വരുന്നത്. ഒരാടിനേറ്റ് നോക്കുമ്പോ മലയാളി നിസ്കരിക്കുക, ബോസ് നിസ്കരിക്കുക, നിസ്കാരം കഴിയണില്ല. ഒരു കാര്യം പറയുന്നത്, 7000 ആടുകളും ചത്ത്, ഇത് മാത്രം ബാക്കിയുള്ളൂ, ഞാനും ബാക്കിയുള്ളൂ, ബാക്കി ആൾക്കാരെയും കൊന്നിക്കുന്ന കാരണം. അയ്യൂബ് ഇസ്ലാം പറഞ്ഞു, ആടുകളെ തന്ന അള്ളാഹുവാണ്, അവൻ കൊണ്ടുപോയി, അൽഹംദുലില്ലാഹ്, ഞാൻ നിസ്കരിക്കട്ടെ പോടുന്ന. നിങ്ങൾക്ക് നേരം വെക്കുണ്ടോ? 5 വൈകുലം കേൾക്കും. കാരണം ഇത് എല്ലാവർക്കും ബന്ധപ്പെട്ട ഇതിലൊക്കെ കുറെ കാര്യങ്ങൾ നമുക്കൊക്കെ കയറ്റേണ്ട. അതുകൊണ്ടാണ്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു ഗൾഫിൽ നിന്ന്, ഞാൻ കാര്യമായിട്ട് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല ഉസ്താദെ, ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല, പക്ഷെ എനിക്കെന്താ ഈ പരീക്ഷണം വന്നു. ഓ കുറെ തെറ്റിയത് എനിക്കറിയാം, കാരണം എന്നോട് തന്നെ ചെയ്തിട്ടുണ്ട്, അതോന് ഓർമ്മയില്ല. എന്നിട്ട് പറയാ, ഏത് എന്നെ തന്നെ ഓന് പാര വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ എന്നോട് പറയാം, ഇന്ന് വരെ ഞാൻ ഒരാൾക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ശരിക്കുക, എനിക്ക് ചോദിക്കാൻ തോന്നി, അപ്പൊ ഇന്നെ ഉപദ്രവിച്ചതൊക്കെ എന്ന്. പക്ഷെ ഞാൻ ചോദിച്ചില്ല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവും. യാ അല്ലാഹ്, അയ്യൂബ് ഇസ്ലാമിന്റെ മറുപടി വെക്കാൻ, നിങ്ങൾ ഇതിപ്പോ ആരെ ഉപദ്രവിച്ച ആളാ? ഒരാളും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് പറയണം, ആടുകളെ തന്നത് പടച്ചോനാണ്, ഓന്റെ സമയത്തോൻ കൊണ്ടുപോയി, അൽഹംദുലില്ലാഹ്, ജങ്ങണ്ട് മാറ്, ഞാൻ നിസ്കരിക്കട്ടെ. ഇബ്ലീസ് പൊന്നാര കുട്ടികളെ കിട്ടൂല.
അപ്പോ അനുയായികളോടല്ലേ നിങ്ങളൊന്നും കൂടി പിടിച്ചു നോക്കിയെന്ന് പാടല്ലേ പോയിട്ടുള്ളൂ, ഇനി നേരെ ഒട്ടകത്തും വേണ്ടെടുത്താലും പറഞ്ഞു. ഒട്ടകം പോയാൽ പിന്നെ ആരും പിടിച്ചിക്കൂല, തളരും പറഞ്ഞു. 3000 ഒട്ടകങ്ങൾ ഇതേപോലെ. കാരണം ഈ അസുഖം ഉണ്ടാക്കാൻ ഇബ്ലീസിന് കഴിയും. ഈ കൊറോണ കാലത്ത് ഞാൻ ഒരു പ്രസംഗം നടത്തി. കൊറോണ സത്യത്തിൽ വരാൻ സാധ്യതയുള്ള ലൈനുകളൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആദ്യം സോക്കട് ഉണ്ടാക്കാൻ ശൈത്താന്മാർക്ക് കഴിയും, രോഗാണുക്കൾ ഉണ്ടാക്കാനും കഴിയും, സോക്കട് ഉണ്ടാക്കാനും കഴിയും. ഒരു പ്രത്യേക രോഗം ഉണ്ടാക്കി ഒട്ടകങ്ങളൊക്കെ ചത്തു. ഒരൊട്ടകം ബാക്കി, അതിന്റെ പുറത്താ പിന്നെ മറ്റാൾ കയറി നോക്കാണെ അവന്റെ ഒരു അവസ്ഥകൾ. എന്നിട്ട് പറഞ്ഞു പിന്നെ ഒട്ടകങ്ങളും പോയിക്കണം. അപ്പൊ കൂടിയ ആൾക്കാരിൽ കുറെ എങ്ങനെ പിൻവലിയാൻ തുടങ്ങി. കാരണം അവരെല്ലാരും പറയാം അയ്യൂബ ആള് വളരെ മോശമാണ്, അല്ലാതെ ഈ ആദ്യ പരീക്ഷണം വരൂല എന്ന് പറഞ്ഞു. അത് ആൾക്കാരുടെ തീരുമാനമല്ലോ. ഒരു മനുഷ്യന് മാറാത്തൊരു വേദനൊന്നും, അല്ലെങ്കിൽ അപ്പൊ തന്നെ കാല് പിന്നെ മുറിഞ്ഞും ചെയ്ത് അപ്പൊ തന്നെ വണ്ടിയിൽ ആക്സിഡന്റ് ആക്കി. അപ്പൊ തീരുമാനമായി ആള് വളരെ മോശമാണ്, ഓന്റെ കയ്യിലിരിപ്പിനുള്ള അള്ള കൊടുത്താണ്. വലിയ വലിയ മനുഷ്യന്മാർ തന്നെ പറയലുണ്ട് കുട്ടികളാണ് അവര്. ഇതിനിപ്പോ എന്ത് കുഴപ്പമുള്ളത്? ഒട്ടകങ്ങൾ മുഴുവൻ പോയി. ഇയാൾ ഒരു ഒട്ടക പുറത്തുനിന്നിട്ട് അറിഞ്ഞു ഞാൻ സ്റ്റാഫാണല്ലോ ബോസേ, ഒക്കെ പോയിക്കണ്, ഈ ഒട്ടകം മാത്രം ഞാനും ബാക്കിയുള്ളൂ. ഒട്ടകങ്ങൾ തന്ന അള്ളയാണ് ഓൻ കൊണ്ടുപോയി അൽഹംദുലില്ലാ നിസ്കരിക്കട്ടെ പോകുന്നു. എന്താ ഇയാൾ ചെയ്യുക? അവസാനം വേറെ മീറ്റിംഗും കൂടി കൂട്ടി. ഇനി ഒന്നിനും തൊട്ടിട്ട് കാര്യമില്ല, മക്കളെ കൊണ്ടുപോകും. മൂത്ത മോനാണ് തട്ടിപ്പോയാൽ ഏത് വാപ്പിയും കുലുങ്ങും. മൂത്ത മോന് സോക്കടായി മരിച്ചു. ആളുകളൊക്കെ കുറെ ആൾക്കാർ പോയിട്ട് അയ്യൂബിന്റെ കയ്യിലിരിപ്പ് മോശമാണ്, രഹസ്യത്തിൽ വളരെ മോശം ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് ഈ പരീക്ഷണം വന്ന് നമ്മൾ ബിരിയാണിയുടെ കുറെയൊക്കെ പോയി. എന്നാലും വലിയ മുതലാളിയല്ലേ, ഇനിയും കൃഷികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറെ ആൾക്കാരൊപ്പം ഉണ്ട്. അവരിങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അനുശോചനം സമാധാനിപ്പിക്കലും. അയ്യോസിനെ എന്തിനാ സമാധാനിപ്പിക്കണം? മോനെ പടച്ചോൻ തന്നല്ലേ, പടച്ചോൻ തന്ന മോനെ പടച്ചോൻ കൊണ്ട് അൽഹംദുലില്ലാ എന്താ കുഴപ്പമെന്ന് വെച്ചു അങ്ങോട്ട് സമാധാനിപ്പിക്കാം. ചുരുക്കി പറഞ്ഞ 10 കുട്ടികളിൽ ഒരു കുട്ടിയല്ലാത്തവരൊക്കെ മരിച്ചു. ഒരു പ്രത്യേക സോക്കടാണ് ഉണ്ടാക്കി ഇബ്ലീസ്. സീറയും നിങ്ങൾ വിചാരിക്കണേ സീറ എന്നുള്ള മനുഷ്യന്മാരെ മാത്രമാണ് ഇബ്ലീസ് സീറയുന്ന്. ഇബ്ലീസ് സീറയും അത് വാത്തിലാക്കാൻ മരുന്നുണ്ട്, അതാണെങ്കിൽ വേറെ നമുക്ക് പറയാം. ഇബ്ലീസ് സീറയും മനുഷ്യന്മാർ മാത്രം കുപ്പി വെച്ചുള്ളതൊന്നുമല്ല, അവരെന്നെ സീറയും വേഗം തട്ടും ചെയ്യും. ഒരു മോനല്ലാത്തൊക്കെ മരിച്ചുപോയി. ഞാൻ നിർത്തിയിട്ടോ. അവസാനം ഇത് വലിയ കഥയാണ്, പഠിക്കാണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അവസാനം പിടിച്ചു കിട്ടിയില്ല. അയ്യൂബ് അലി ഇസ്ലാമിന്റെ കൽബ് കണ്ട് കുലുങ്ങിയില്ല. 9 മക്കൾ, ഒരു വാപ്പ കബറടക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കാണ്. ഒക്കെ കഴിഞ്ഞു, പക്ഷെ കുലുങ്ങിയില്ല. അപ്പൊ അയ്യൂബ് ഇസ്ലാമിന്റെ ഭാര്യ യൂസുഫ് ഇസ്ലാമിന്റെ പേരക്കുട്ടി റഹ്മത്താണ് റളിയല്ലാഹു അൻഹു. വലിയ ആളാണ്. യൂസുഫ് ഇസ്ലാമിന്റെ പേരക്കുട്ടിനെയാണ് കല്യാണം കഴിച്ചത്. ഭാര്യയ്ക്ക് എത്രയാണെങ്കിലും ഇതൊക്കെ കൂടി കാണും മനസ്സ് ഇല്ല. നുബൂവത്തിന്റെ ബാക്കി, നുബൂവത്തിന്റെ ഒരു വാപ്പാന്റെ വാപ്പ അങ്ങനെ ടച്ച് ഉണ്ടാവില്ല. അപ്പൊ ഒരു മാത്രമുള്ള ചോരയാണ് ഉള്ളിൽ കൂടി ഓടുന്നത്. അതിന്റെ പവർ ഉണ്ടാവും. 10 ഗുണം 10 ഗുണം എന്നല്ലേ. ഒക്കെ ആയാലും പിടിച്ചെന്നു ക്ഷമിച്ച് പിടിച്ചെന്നു. അവസാനം ഇബ്ലീസ് പറഞ്ഞു മക്കളെ ഇനി ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, അയ്യൂബിനൊരു സോക്കട് ഉണ്ടാക്കുക. ആ തീരുമാനത്തിൽ ഇബ്ലീസ് വന്നു. ഓട്ടയ്ക്കൂട്ടി ഊതി അയ്യൂബ് ഇസ്ലാമിനെ ചൊറിച്ചിൽ എവിടെ നോക്കിയാലും ചൊറി. നമുക്കൊക്കെ ഉണ്ടായാലും ഇടക്ക് അങ്ങനത്തെ ചൊറി. അത് ബനിയായിട്ടിട്ടാന്ന് മനസ്സിലാക്കണ്ട, അവന്റെ ഊത്തുകൊണ്ടുപോകും ചിലപ്പോ. മനസ്സിലാക്കിയില്ലേ? ബനിയൻ പുതിയ മാറ്റിയിട്ടൊന്നും കാര്യമില്ല. അയ്യാതി ചൊറിച്ചിൽ വന്നാൽ പെട്ടെന്ന് മാറി കിട്ടൂല. ചിലവരറിയാം പുതിയ ബനിയന്റെ കുഴപ്പമാണ്, നല്ല പുതിയ ബിലിസിന്റെ കുഴപ്പമാണ്. ഈ ചൊറിച്ചിലാണ് തുടങ്ങി. ഉരുണ അങ്ങനെ ചൊറിച്ചിൽ തുടങ്ങി തൊലി പൊട്ടാൻ തുടങ്ങി. ഭയങ്കര വേദന. പക്ഷേ ചരിത്രം പറയുന്നു കൽബിനും കണ്ണിനും നാവിനും പ്രശ്നം വന്നില്ല, മറ്റൊടത്തൊക്കെ സൊക്കടായി. റഹ്മത്ത് ബീവി ആരാ? മിസ്റിന്റെ രാജാവിന്റെ പേരക്കുട്ടി. പക്ഷേ എല്ലാം പോയി, കൃഷിയുടെ ഒക്കെ ഉണങ്ങിപ്പോയി, എല്ലാം പോയി, നുരുമ്പിപ്പോയി, ഒക്കെ പോയി. അവസാനം ശരീരം നുരുമ്പാണ്. റഹ്മത്ത് ബീവി പറഞ്ഞ് സ്നേഹിച്ചിരുന്ന മുഴുവൻ ആൾക്കാരും പിരിഞ്ഞുപോയി. കാരണം ദുന്യാവിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. കൂടിയാ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും, ഒറ്റപ്പെട്ടാൽ ഒറ്റപ്പെടും, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കൂല. നമ്മൾ തന്നെ ഇപ്പൊ ദുന്യാവിന്റെ കാര്യത്തിൽ കഷ്ടപ്പെട്ട ആത്മാർത്ഥയുള്ള ആൾക്കാരാന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരും കൂടി നമ്മളെ കൂടെ ഉണ്ടാവില്ല. കുടുങ്ങിയാണ്ട് ഇറങ്ങുക, പിന്നെ മിണ്ടാതെ കരഞ്ഞ് അടുക്കുക എന്നല്ല. എന്താ ഈ മുന്നിലുള്ള എല്ലാരും കൊണ്ട് പോയി. ഒറ്റ കുട്ടി പറഞ്ഞിരുന്ന ആൾക്കാരെ വാക്ക് മാറി. നിങ്ങളല്ല പറഞ്ഞു, നമ്മളെ ഒക്കെ മാറി, എല്ലാരും കൊണ്ട് പിരിഞ്ഞു, കുടുങ്ങി. പക്ഷെ ഒരാൾ ഒഴിച്ച് റഹ്മത്ത് പിരിഞ്ഞില്ല. അവസാനം തിന്നാല്ലാതെ അയ്യൂബിനെ പറഞ്ഞു നമ്മൾ ഇവിടുന്ന് പോവാ. ഒരു കഷ്ണം തുണിക്കഷ്ണമായിട്ട് പോയിട്ട് അവിടെ വിരിച്ചിട്ട് പുതിയാപ്പള്ളം അവിടെ ഇരുത്തി, ഞാൻ ആരാന്റെ പേര് പോയിട്ട് പണിയെടുത്തിട്ട് ഭക്ഷണം കൊണ്ടുവരാ, അല്ലെങ്കിൽ പട്ടിണി എടുത്ത് മരിക്കൂലേ എന്ന് വെച്ച് അയ്യൂബിന് ഇസ്ലാം കരഞ്ഞു.
ധാരായി ചോദിക്കണേ, രാജാവിന്റെ പേരക്കുട്ടി. ഞാൻ ആരാന്റെ ഭാര്യ പോയിട്ട് പണിയെടുത്തിട്ട് വല്ലതും തിന്നാൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ പട്ടിണി കിടന്നിട്ട് നമ്മൾ മരിക്കുമല്ലോ എന്ന് കരഞ്ഞിട്ട് ഭാര്യയെ ആരാന്റെ വീട്ടിലേക്ക് പണിയെടുക്കാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഓരോ ദിവസം ഭക്ഷണം കൊടുത്തു. ഒരു ദിവസം പണിയില്ലാതായി. അപ്പൊ ടെൻഷൻ അടിച്ചപ്പോ ഒരു പരക്കാരൻ ചോദിച്ചു, നിങ്ങളെ മുടി നല്ല രസമുണ്ട്, അന്നത്തെ ശരീരത്ത് വേറെ അല്ല നല്ല, അപ്പൊ നിങ്ങളെ മുടി എനിക്ക് തരികയാണെങ്കിൽ പൈസ തരാൻ. മുടി മൊട്ട അടിച്ചിട്ട് മുടിന്റെ ഒരു ഭാഗം വിറ്റിട്ട് പൈസ ഏറ്റു വന്ന് ഭർത്താവ് ചോദിച്ചാൽ എന്റെ മുടിയാന്ന് വെച്ച് തിന്നാൻ ലേറ്റ് വിറ്റതാണെന്ന് പറഞ്ഞു. വലിയ ദേഷ്യം പിടിച്ചു. മുടി ഇട്ടിട്ടാണ് തിന്നാണ്ടാക്കുക, എന്റെ സോക്കട് മാറിയാ ഞാൻ 100 അടി എടുക്കുന്നു. ഈമാന്റെ രോഷം കൊണ്ട് എന്റെ സോക്കട് മാറിയാ 100 അടി ഞാൻ എടുക്കും, മുടി ഇട്ടിട്ടാ പൈസ ഉണ്ടാക്കാന്ന് വെച്ചു. ദേഷ്യം പിടിച്ചു. ഇങ്ങനെ പരീക്ഷണത്തിന്റെ അകത്തളത്തിൽ തീജ്വാലയിൽ ചാട്ടുളി പ്രതിസന്ധിയുടെ കഠിന കഠോരമായ വേദനയിൽ പാത്രീഭവിക്കുന്ന അയ്യൂബ് അലൈഹിസ്സലാം ആ സമയത്ത് അള്ളഹാനോട് പറഞ്ഞൊരു വർത്താനുണ്ട്. അതാണ് നമ്മൾ റമളാനിൽ ദ്വാരക്കുന്നത്. അങ്ങോട്ട് മുട്ടിക്കാനായത് പറഞ്ഞത്, അന്നീ മസ്സനിയല്ലുഹു വഅൻത അർഹമുർ റഹീമീൻ. ആയിരക്കണക്കിനുള്ള ആടുകളിൽ ഒന്നൊന്നായി പോയി, ആയിരക്കണക്കിനുള്ള ഒട്ടകങ്ങളിൽ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു, ആയിരക്കണക്കിനായ പശുക്കളിൽ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു, ആയിരക്കണക്കിന് കഴുതകളിൽ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു, ആയിരക്കണക്കിന് കുതിരകളിൽ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു, 10 കുട്ടികളിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഒന്ന് മാത്രോ തന്റെ ശരീരം ആരോഗ്യമുണ്ടായിരുന്ന ശരീരമാ, സുമുഖനാ, സുന്ദരനാ, ആകാര സൗഷ്ഠവത്തിന്റെ വടിവത്ത രീതിയിലുള്ളതാ. ആ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ഭ്രമണം ബാധിച്ചുകൊണ്ട് കത്തിനീറുന്ന കഠിനമായ വേദനയിൽ വിധേയനായി പൊളയുന്ന സയ്യിദുനാ അയ്യൂബ്, ഒരു തുണിയിൽ മാത്രം ഇരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട സയ്യിദുനാ അയ്യൂബ്, തന്റെ മക്കളിൽ ഒന്നൊന്നായി മരിച്ചുപോയ സയ്യിദുനാ അയ്യൂബ്, 7000 ആടുകൾ നഷ്ടപ്പെട്ട സയ്യിദുനാ അയ്യൂബ്, 1000 ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ട സയ്യിദുനാ അയ്യൂബ്, ആ സമയത്ത് പടച്ച തമ്പുരാനോട് കൈയുയർത്തിയിട്ട് ജലാദ്രമായ കണ്ണോടെ പറഞ്ഞത്, എനിക്ക് വേദനയില്ല എന്ന് ഞാൻ പറയുന്നില്ല അല്ലാ, എനിക്ക് രോഗമില്ല എന്ന് ഞാൻ പറയുന്നില്ല അല്ലാ, എനിക്ക് കഷ്ടപ്പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല അല്ലാ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട്. വഅൻത അർഹമുർ റഹീമീൻ, എന്നാലും നീ അർഹമുർ റഹീമീനായ അല്ലാഹ്, നീ എന്റെ റഹ്മാനാണ് റബ്ബേ, നീ എന്റെ റഹീമാണ് റബ്ബേ, നീ എന്റെ റബ്ബാണ് അല്ലാഹ്. നിന്നിലുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അല്ലാഹ്, അത് നഷ്ടപ്പെടുകയില്ല അല്ലാഹ്. എനിക്ക് വേദനയുണ്ട് റബ്ബേ, എന്നാലും നീ അർഹമുർ റഹീമീനാണ് അല്ലാഹ്. ഈ സമയത്ത് അങ്ങനെ പറയാൻ നമുക്ക് കഴിയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? കട്ടപ്പാടും ബേജാറും ബുദ്ധിമുട്ടും വരുമ്പോ അള്ളഹാനോട് പറയണം, ബുദ്ധിമുട്ട് എനിക്കുണ്ട്, പക്ഷെ ഈ അർഹമുർ റഹീമീനാണ്. അതാണ് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന ഒറ്റ വാക്ക് മാത്രമാണ് വിശദീകരിച്ചത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് കട്ടപ്പാടിന്റെ പാറപ്പുറത്തെത്തിയാലും നമുക്ക് പറയാൻ കഴിയണം, ബുദ്ധിമുട്ട് എനിക്കുണ്ട്, പക്ഷെ ഈ അർഹമുർ റഹീമീനാണ്. എന്നാൽ വട്ടപൂജ്യത്തിലേക്ക് താന്ന ആള് കുത്തന റോക്കറ്റ് പോലെ ഉയരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നേരെ മറിച്ച് മനുഷ്യന്മാരെ പൊതു സ്വഭാവം എന്താണ്? നല്ല റാഹത്തും റഹ്മത്തും പൈസയും ഒക്കെ നല്ല വർക്കത്തില്ല, നല്ല വർക്കത്ത് അൽഹംദുലില്ലാഹ്. പക്ഷെ പൈസ ഒക്കെ ഒന്നാണ് പിൻവലിഞ്ഞ് 4 വർഷം കടം വന്ന് അതിന്റെ ഇടയ്ക്കൊരു രോഗം വന്ന് എന്തായിരിക്കും അല്ലത് ഇങ്ങനെ, ഇവനാണ് 0. നേരെ മറിച്ച് അങ്ങനത്തെ ഒരു സമയം വന്നാലും പ്രശ്നം എനിക്കുണ്ട്, ഉറപ്പന്നല്ലേ, പക്ഷെ അല്ലാഹു അർഹമുർ റഹീമീനാണ്. നോമ്പ് ദിനാട്ടോ, നോമ്പറക്കാനല്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ ഈ വിചാരം മനുഷ്യന്റെ ഹൃദയത്തിൽ കയറാനാണ്, ഉറപ്പ്. അല്ലാതെ വിശപ്പിന്റെ ശിക്ഷയല്ല നോമ്പ്, വിശപ്പിന്റെ ശിക്ഷയല്ല. അള്ളാന്റെ അടിമകളായ നമ്മളെ 10 മണിക്കൂർ വിശപ്പിലിട്ടിട്ട് അള്ളാഹ്ക്ക് എന്ത് കാര്യമുള്ളത്? വിശപ്പിന്റെ ശിക്ഷ അടിയനെ ഏൽപ്പിക്കാനല്ല നോമ്പ്, പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു വിചാരം തിങ്ങി നിറയാനാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മരിക്കണവരെ ഹിദായത്ത് തെറ്റൂല, ഓൻ ദുന്യാവിലും രാജാവാണ്, ആഖിറത്തിൽ പ്രതാപശാലിയാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ നോമ്പൊക്കെ അള്ളാഹു തല ആ തരത്തിലേക്ക് ഉയർത്തി തരട്ടെ. എല്ലാവരുടെ വീട്ടിലും നോമ്പർ ഉണ്ടാക്കണം കേട്ടോ.
നോമ്പറ ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല. ഇന്ന് യാ റഹ്മർ റഹീമീൻ എന്ന് വിശദീകരിക്കണം അള്ളാഹു തആല എന്റെ കൽവിൽ തോന്നിപ്പിച്ച്. ഒറ്റ കാര്യം ഖുത്ബയിൽ ഉടനീളം ഖുത്ബയിൽ പറഞ്ഞ ഹദീസുകളൊക്കെ കൂടി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് വേറെ സമയങ്ങളിലൊക്കെ നമുക്ക് പറയാൻ ഞാൻ ഇന്നൊരു വലിയ ഉസ്താദ് എന്നോട് ചോദിച്ചു, നിങ്ങളെ എങ്ങനെയാണ് ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് നോമ്പിന് ഒരു 65 പ്രസംഗം ഉണ്ടാവും. 65 എന്താ പടപ്പതൊക്കെ പറയാനുള്ളത്? ഞാൻ പറഞ്ഞു 10 റഹ്മത്തോ. വലിയ വലിയ ആൾക്കാരെ പോയി ചോദിക്കണേ, എന്താ ശരിക്കും ഒന്ന് നോക്കി മനസ്സിലാക്കൂല തന്നെ. ഇത് ഒന്നും തന്നെ വെച്ച് വരുത്തേണ്ട കാര്യമില്ലല്ലോ. കിതാബാണ് നോക്കി എന്തെല്ലാം വിഷയങ്ങളുണ്ട്. അതിമൊക്കെ നമ്മൾ തെളിഞ്ഞ ആക്കലും കൂടി കണ്ട് കൂട്ടിക്കൊടുത്താൽ ദീന് എന്ന് പറഞ്ഞാൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു ബഹറല്ല, അറ്റം കാണാത്ത കടലല്ലേ. അതിക്കാണ്ട് ഇറങ്ങിയ എത്രയോ മുത്തും പവിഴങ്ങളും കിട്ടൂലേ. സന്ദർഭം അനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ ആരെങ്കിലും ഒരാൾ അമൽ ചെയ്താൽ വാഹിദ്. എന്നോടൊപ്പം ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് ചില വലിയ വലിയ മാന്യ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നം വരുമ്പോഴും തകരലാണ്. ഇപ്പൊ വെരി ഹാപ്പിയാണ് എപ്പോഴും. മുതലായില്ലേ? അല്ല അപ്പൊ ഇങ്ങൾക്കൊക്കെ എന്തെങ്കിലും പൈസ എടുത്താൽ എന്നെ കൊണ്ടുവരും. പക്ഷെ ഒരു സംഗതി വേണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുദരീസ് ആണെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഇപ്പൊ ഞാനിപ്പോ അവിടെ എന്റെ വാലാണ്ട് തന്നാൽ എല്ലാവരും ഉണ്ടാക്കും, അല്ലെങ്കിൽ ഭയങ്കര ശബ്ദം. ഇന്നിപ്പോ എല്ലാവരോടും ചൂടായിട്ട് റഹ്മത്തിന്റെ പത്തിലൊക്കെ ചൂടാണെങ്കിൽ എത്ര ക്ഷമമാണ് എനിക്കൊരാഗ്രഹം ഉണ്ടാവില്ല എല്ലാവരോടും ചിരിച്ച് അസ്സലാമു അലൈക്കും എല്ലാവരും പറയില്ല നല്ല മുദരീസാണ്, ദീർഘായുസ് കൊടുക്കട്ടെ. ഞങ്ങൾ മുകളിൽ ജുമാക്ക് നേരത്തെ വിരിക്കണ ഒരാളോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ മൂപ്പർക്ക് ദീർഘായുസ് വേണമെന്ന്. അടുത്ത ആഴ്ച തന്നെ തട്ടിപ്പോയ അത്രയും നല്ലതെന്ന് പറയും. കാരണം അവിടെ 4-5 ഡോസ് കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങണത്. വന്നങ്ങട്ടിരിക്കും കാലു നീട്ടിയിട്ട് വലിയൊരു അധ്യക്ഷതയിൽ കുട്ടികൾ തുടങ്ങി സ്വറ. അതിനാണ് ജുമാ, അതിനാണ് പള്ളി. അപ്പൊ എല്ലാരെയും അടക്കി വലിയവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തിട്ടാണ് ഞാൻ താഴ്ത്തിറങ്ങണത്. ഇനി അവരോട് ചോദിച്ചു നോക്കാണ് മുദരീസ് എങ്ങനെ ഉണ്ടെന്ന്. അവർ പറയും ഇവിടെ വന്നതിൽ ഏറ്റവും പഞ്ചറാണ്. പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കാൻ. അതെന്താ, എന്ത് വർത്താനം പറഞ്ഞാലും എന്ത് ഇബത്ത് പറഞ്ഞാലും ദീർഘാഴ്ചയായിട്ട് കൊമ്പുട്ടേക്കാൻ പോകാനല്ലേ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വർത്താനം പറഞ്ഞോട് ഈ ബത്തും പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഭയങ്കര പ്രയാസമാണ്. പള്ളിന്ന് പറയാ എന്ത് ഇൽമു അറിയാം. ഇപ്പൊ ഞാന് ജുമാന്റെ മുമ്പ് ഞാൻ അങ്ങനെ ഒരു സംഗീതം ആസ്വദിക്കുമ്പോൾ നമ്മളെ മുത്താലിമീങ്ങൾ ആസ്വദിക്കായിരുന്നു. കാരണം ഭയങ്കര ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ ശബ്ദം കേട്ടാ പുറത്തിറങ്ങും, എന്താ സംഗതി നോക്കാം. ഇന്ന് നോക്കുമ്പോ ഓരോ മൂലക്കൊന്ന് വാല്, നിങ്ങൾ വാല് പറഞ്ഞിരിക്കണം. ചിലർ വിഷയം മാഷർ, ചിലർ നരകം നീട്ടി വലിച്ചു പറയുമ്പോ ഞാൻ ആ കമ്പിക്കാലം പിടിച്ചിട്ട് കുറെ അങ്ങനെ കേട്ട്. അത് രസാണ്. അങ്ങനെയല്ലല്ലോ ദുനിയാവിന്റെ കാര്യം പറയല്. ഖിയാമത്താണ് വലിയ അടയാളങ്ങളിൽ ഒന്നാണ് തഅലു അസ്വാത്തുൽ ഫസഖതി ഫിൽ മസാജിദി. പള്ളിയിൽ വെച്ചിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനം കൊണ്ട് ശബ്ദം കൂടുക. അത് അവരെ കുറിച്ച് ഹബീബ് പറഞ്ഞ തമ്മാടികൾ എന്നാണ്. പള്ളിയിൽ വരുന്ന തമ്മാടികൾ പള്ളിയിൽ വെച്ചിട്ട് ആവശ്യമില്ലാത്ത സംസാരം നടത്തുന്ന ആൾക്കാർ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മേലുള്ള വന്ന ആൾക്കാർ എന്നോട് നിങ്ങൾ ദേഷ്യം വിളിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അട്ടിപ്പാത്രം കാലിയാക്കലില്ല, ആവശ്യമുള്ളത് പറയില്ല. അപ്പൊ നിങ്ങൾ മേലെന്ന് വർത്താനം പറഞ്ഞാൽ ഏത് മീശുള്ള ആളാണെങ്കിലും താടിയുള്ള ആളാണെങ്കിലും തടിയനാണെങ്കിലും മെല്ലിച്ചാണെങ്കിലും ഏത് വാപ്പാന്റെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഏത് ആ അർത്ഥത്തിൽ കേട്ടോ, ഏത് ആൾക്കാരെ മോനാണെങ്കിലും എനിക്ക് പറയേണ്ടി വരും. നിങ്ങൾ നേൽപ്പിച്ച അതിനല്ലേ, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ പറയട്ടെ അട്ടിപ്പാത്രം കാലിയാക്കാനോ? എന്തെങ്കിലും ഉണ്ടാത്ത നിങ്ങൾക്ക് പേടിയായോ? അപ്പൊ അതുകൊണ്ട് വന്ന പള്ളി എന്നുള്ള ബഹുമാനത്തിന് എല്ലാരും ഇരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ല നിങ്ങളെല്ലാരും സ്നേഹം വാങ്ങിയിട്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആർക്കാ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാർ ദേശം തൊട്ട് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും. എല്ലാവരും സ്നേഹം ആഗ്രഹം. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വമല്ലേ, അത് നമ്മൾ പറയണ്ടേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും വളരെ വണക്കത്തോടെ സ്നേഹത്തോടെ പറയാം. പള്ളിയിൽ വന്നാൽ പ്രത്യേകിച്ച് നിസ്കാരത്തിനിടയിൽ വർത്താനം, സൊഫിൽ നിൽക്കുമ്പോൾ വർത്താനം, ബാങ്ക് ഇക്കാമത്തിന്റെ 20 മിനിറ്റിന്റെ അടിയിൽ വെറുതെ വർത്താനം, മൊബൈൽ എടുത്ത് തുറക്കുക, ഇതൊന്നും ചെയ്യരുത്. പള്ളിയോടുള്ള ബഹുമാനം നമ്മൾ കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു വലിയ ഹൈറുണ്ട്. അത് നിങ്ങൾ സ്വീകരിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ ശയിക്കാൻ്റെ അർത്ഥം പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ല എന്നോട് ദേഷ്യം പിടിച്ചാൽ അത്ര നിങ്ങൾക്ക് പോയിന്നല്ല, എനിക്ക് എന്താ ഇഷ്ടമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളിയോടുള്ള ഹുർമത്ത് പാലിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് എന്താ പുത്തന്തൂർ മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യുന്ന സൈൽവാക്കാന്റെ ഭാര്യ മരിച്ചിട്ടുണ്ട് അല്ലേ. അള്ളാഹു താല ആ മഹദിക്ക് സ്വർഗം കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ഖബർ വിശാലായി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. പടച്ചവനെ ഞങ്ങൾ ഇരുന്നതും പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. റമളാനിന്റെ പ്രഥമ 10 പരിശുദ്ധമായ വിശാല റഹ്മത്തിൽ ഈ പാവങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സിയ്യാത്തൊക്കെ ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്.
അർഹമർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളെ രണ്ട് ലോകത്തും നീ നശിപ്പിക്കല്ല അല്ലാ, മാനം കെടുത്തല്ല അല്ലാ. പ്രത്യേകിച്ച് പരലോകത്തൊരു സെക്കൻഡ് ഞങ്ങളെ കത്തിയാളുന്ന ഭീകരമായ നരകത്തിൽ കെടുത്തല്ല അല്ലാ. ഈ റഹ്മത്തിന്റെ ദിനരാത്രങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ നരകത്തിന്റെ ബലിയാടുകളാണല്ലോ അല്ലാഹുവേ. ഈ റഹ്മത്ത് നീ കോരിച്ചൊരിഞ്ഞ് പേമാരി പോലെ ചൊരിക്കുമ്പോ ഞങ്ങൾ അതിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സദസ്സുകൾ നീ കബൂലാക്കണേ അല്ലാ. ഈ സദസ്സിൽ തന്നെയും തിരക്കുള്ളവരുണ്ട്, ആലിമീങ്ങളുണ്ട്, മുത്താലിമീങ്ങളുണ്ട്, കച്ചവടക്കാരുണ്ട്, യാത്രക്കാരുണ്ട്, മഹല്ലി നിവാസികൾക്ക് പുറമെ പുറത്തുനിന്ന് വന്ന ആലിമീങ്ങളടക്കം വലിയ വലിയ ആളുകളുണ്ട്. പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും നിന്റെ റഹ്മത്തിലേക്ക് ചേർത്ത് നിർത്തി സ്വർഗത്തിലാക്കി തരണേ അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. അറ്റാക്ക്, ക്യാൻസർ, കിഡ്നിവീക്ക് പോലെയുള്ള രോഗങ്ങൾ തന്ന് തളർത്തല്ല അല്ലാ. അപകട മരണം വിധിക്കല്ല അല്ലാ. മാരണത്തിൽ പെടുത്തല്ല അല്ലാ. കടത്തിൽ കൊടുക്കല്ല അല്ലാ. നാണക്കേടിലാക്കല്ല അല്ലാ. മാനക്കേടിലാക്കല്ല അല്ലാ. ഐബുകൾ മറക്കണേ അല്ലാ. ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ മാറ്റണേ അല്ലാ. ക്ലേശങ്ങൾ നീക്കണേ അല്ലാ. ആയുസ് സുദീർഘമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ നാടിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. ഈ റമദാനിൽ ഒരു ജമാഅത്തും നഷ്ടപ്പെടുന്ന, ഒരു തറാവിയും നഷ്ടപ്പെടുന്ന ദുരന്തത്തിൽ പെടുത്തല്ല അല്ലാ. ഒരു ഖത്മെങ്കിലും ഖുർആൻ ഓതാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അത് അധികരിപ്പിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. മുത്തായ മുസ്തഫാക്ക് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ധാരാളം സ്വലാത്ത് സമർപ്പിച്ച് സൗഭാഗ്യവന്മാരാകുന്നവരിൽ പെടുത്തണേ അല്ലാ. റസൂലുള്ളാഹിന്റെ മദീനയുടെ ആളുകളാക്കണേ അല്ലാ. റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളാക്കണേ അല്ലാ. റസൂലുള്ളാഹിന്റെ മുത്തബീങ്ങളാക്കണേ അല്ലാ. റസൂലുള്ളാഹിന്റെ കിനാവിൽ സായുജ്യമടയുന്നവരാക്കണേ അല്ലാ. ഹബീബിനെ ദാഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സുന്നത്തിൻ്റെവരാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തോക്കത്ത് നൽകണേ, ത്വാഅത്തിന് റബ്ബേ. ഹിമ്മത്ത് നൽകണേ, ഖുദ്മത്തിന് റബ്ബേ. സ്വബ്ർ നൽകണേ, ജീവിതത്തിന്റെ ഈ ത്വാഅത്തിന് റബ്ബേ. ഈ റമദാൻ അനുകൂലമാക്കി തരണേ അല്ലാ. എത്ര കച്ചവടക്കാരാണ് ഈ സദസ്സിലിരുന്നത്, അവർക്ക് എത്രമാത്രം സമയമാണ് കച്ചവടത്തിന് നഷ്ടപ്പെട്ടത്. ഇവിടെ ഇരുന്ന ബറക്കത്ത് കൊണ്ട് അത്രയും ലാഭം ഹലാലായി അവരുടെ കച്ചവടത്തിൽ നീ കൊടുക്കണേ അല്ലാ. ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സന്തോഷിപ്പിക്കുന്നവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. കടങ്ങൾ വീട്ടാനും പാവങ്ങളെ സഹായിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ഹലാലായ സമ്പൽ സമൃദ്ധി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹറാമായ സമ്പത്തിൽ നിന്ന് കാക്കണേ അല്ലാ. സഹിക്കാൻ കഴിയാത്ത വേദനകൾ നൽകല്ല അല്ലാ. അസഹ്യമായ പരീക്ഷണത്തിൽ പരിശോധന നടത്തല്ല അല്ലാ. ഞങ്ങളെ ഈമാനും മൂർച്ച കൂട്ടണേ അല്ലാ. ഖൽബിന് സന്തോഷം നൽകണേ അല്ലാ. തടിക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. നാട്ടിൽ സ്നേഹം നൽകണേ അല്ലാ. വിശാല മനസ്കത നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ഇന്നത്തെ പിരിവ് സഹചാരിക്ക് വേണ്ടിയാണ്. ഒരുപാട് പാവങ്ങളിലേക്ക് ഒഴുകുന്ന സദക്കയാണ്. പറ്റുന്ന ആളുകൾക്ക് നന്നായി സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. കേസിന്റെ കാര്യം എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനൊരു പിരിവൊന്നും നടത്തണില്ല. ഗുണകാംക്ഷികൾ ധാരാളം ശ്രോതാക്കളിലുണ്ട്. അവരാരെങ്കിലും അർഷിന്റെ തണലിന്റെ AC ഒന്ന് ഓണായി കിട്ടാൻ ഇതിനു വേണ്ടി 2 AC ആവശ്യമുള്ളൂ. ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകൾ സാധിച്ചിട്ടുണ്ട്. ഞാൻ ആരോട് പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ പിരിക്കണ്ടെന്ന് പറഞ്ഞത് കിട്ടണേ കിട്ടും, അല്ലെങ്കിൽ ഇത് ചൂട് കുഴപ്പമില്ല, നമുക്ക് സഹിച്ചു പോകും ചെയ്യും. എനിക്കൊന്നും വിഷയമില്ല. എനിക്ക് എല്ലാ AC-കളും ഓഫ് ആയിക്കോളി. ഞാൻ വേണമെങ്കിൽ ഒരു 10 ഓതിയിട്ട് തറാവി സ്കെച്ച് തരാം. എല്ലാ AC ഓഫ് ആയിക്കോളി, എനിക്ക് വിഷയമില്ല. ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ എന്റെ കാര്യത്തിന് പറഞ്ഞു പറയണ്ട. എന്റെ റൂമിൽ AC ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും 1/2 മണിക്കൂർ ഇട്ടാട്ട് അത്രേ ഉള്ളൂ. ഇവർക്കൊക്കെ അറിയാം. എന്നിട്ട് ഈ യൂസുഫൊക്കെ അന്ന് ചീത്ത അറിയാം, ഇത് എന്തിനു വിറ്റ് ചെയ്താന്ന് ചോദിക്കും. കാരണം എനിക്കങ്ങനെ AC-ന്റെ ആവശ്യമില്ല. ഞാൻ കുറച്ച് ചൂട് സഹിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുക, അത് ആഖിറത്തിൽ കൂലി കിട്ടും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ.